Dear students, welcome to CRISPR Learning. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2022 ഐസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ ഇത് ആവറേജ് ടഫ് എന്ന് പറയാനില്ല, ജെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് ആണ്. അതിൻ്റെ താഴെ അതിൻ്റെ 50%. അപ്പോൾ നമ്മൾ ജെയുമേയും കിട്ടാത്ത കുട്ടികളാണെങ്കിലും ഇത് മെനക്കെട്ട് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് ഞാൻ പറയാം, കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്താൽ. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ 2022 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഫങ്ഷൻസ് ഫ്രം റിയൽ ടു റിയൽ ആർ ടു ആർ എന്നാണ് എഴുതിയത്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എക്സിസ്റ്റ്. അതിൻ്റെ പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ടിക്ക് ചെയ്യേണ്ടതാണ്. അതിൽ എ എന്ന ഓപ്ഷൻ അത്ര ടഫല്ല. എ എന്ന ഓപ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓ 0 ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ജി എക്സ് ഈക്വൽ ടു ജി 0. ഇവിടെ നമുക്ക് തന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഇതിനൊരു ഫോർമുല ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഫസ്റ്റ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സെക്കൻഡ് എഴുതും. അപ്പോൾ ലിമിറ്റ് എഫ് എക്സ് ജി എക്സ് എന്നുള്ളതിന് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ജി എക്സ്. അപ്പോൾ ലിമിറ്റ് എഫ് എക്സ് ടെൻസ് 0 ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ജി എക്സ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഓപ്ഷൻ എ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഇക്വൽ എഫ് ഓ 0 ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ജി എക്സ് ഇക്വൽ ജി 0. ആവണമെന്നൊന്നുമില്ല, അങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. രണ്ടാമത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഇൻറ്റു ജി എക്സ്, എഫ് ഓ 0 ഇൻറ്റു ജി 0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്റ്റെൻസ് 0 വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഉറപ്പില്ല. തേർഡ് വൺ സി നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എക്സിസ്റ്റ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡി നോക്കാം. ദി ലിമിറ്റ് ഓഫ് എഫ് എക്സ് ആസ് എക്സ്റ്റെൻസ് ടു 0 നീഡ് നോട്ട് എക്സിസ്റ്റ്. ആവണമെന്നില്ല. ആവണമെന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്തോ ഒന്നുണ്ട്. നോക്കാം. ലെറ്റ് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 0. ഞാൻ എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ജി ഓഫ് എക്സ് 0 ആവാം. എക്സ് 0 ആകുമ്പോൾ ഞാൻ എഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 1/x എടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 1/x. കണ്ടോ, ഇത് 1/0 ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത് നിലനിൽക്കണമെന്നില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ലിമിറ്റ് എഫ് എക്സ് ആസ് എക്സ്റ്റെൻസ് ടു 0 നീഡ് നോട്ട് എക്സിസ്റ്റ്. ആകണമെന്നില്ല. ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ശരിയാണ്. അപ്പം അതിന് മുമ്പത്തേക്ക് ആവാതിരിക്കാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് ആവണമെന്നില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് എടുക്കുന്നതെങ്കിൽ ജി എക്സ് എക്സും, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് നോക്കി നോക്കിയേ. എഫ് എക്സ് ഇൻറ്റു ജി എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 1/x ആ. കണ്ടോ, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് എക്സ് ഇൻറ്റു ജി എക്സ് എക്സിസ്റ്റ് ആണ്, പക്ഷേ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കണ്ടോ, അപ്പോൾ ഇത് ഈ ഫംഗ്ഷൻ എടുത്താലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്ക് തോന്നില്ല. അതാ പറഞ്ഞത് ട്വിസ്റ്റഡാണ്. അത് ഒന്നുകൂടി ഞാൻ പറയാം. എ എന്നുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് എഫ് ഓഫ് 0 ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ജി എക്സ് ജി 0. നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ജി 0 എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുക്കാമെങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ എക്സിന് പുട്ട് ചെയ്യാന്ന് അർത്ഥം. രണ്ടാമത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ഇൻറ്റു ജി എക്സ് ഇക്വൽ ടു എഫ് ഓഫ് 0 ജി 0. ആസ് യൂഷ്വൽ നമ്മൾ അങ്ങനെ എഴുതുക എന്നാണ് പറയുന്നത്. അതും ഉറപ്പില്ല. 3 ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ജി എക്സ് എക്സിസ്റ്റ്. രണ്ടും എക്സിസ്റ്റ് ആവണം. നമുക്ക് ഫംഗ്ഷൻ തന്നീനോ? തന്നിട്ടില്ല. ആവാത്ത കേസുകൾ ഉണ്ടാവാം. നാലാമത്തെ കേസാണ് അതിൽ മോർ കറക്റ്റ്. എന്താ കാരണം? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എഫ് എക്സ് ആസ് എക്സ്റ്റെൻസ് ടു 0 നീഡ് നോട്ട് എക്സിസ്റ്റ്. അപ്പം അതിനെ ഞാൻ ചെയ്തത് ജി ഓഫ് എക്സിനെ എക്സ് എടുത്ത് എഫ് ഓഫ് എക്സിനെ 1/x എടുത്ത്. അപ്പോൾ എക്സ് ഇൻറ്റു 1/x എക്സിസ്റ്റ് ആണ്, 1 ആണ്. പക്ഷെ അത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് നീഡ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ശ്രദ്ധിക്കുക, ഇത് തിയറിറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെതുള്ളൊരു വിഷമം ഉണ്ടാവും. ഈ എക്സാമ്പിൾ തോന്നിയാലേ കിട്ടുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി വെക്ടർ 3i + 2j - 3k ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 32 - 3. അപ്പോൾ ഇത് നമ്മളെ NCERT സിലബസിൽ ഇല്ല, പക്ഷെ നമ്മൾ ഐസറിൻ്റെ സിലബസിൽ
കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ NCERT പഠിക്കാത്ത കുട്ടികൾ ശ്രദ്ധിക്കുക, ഇത് പഠിച്ചിരിക്കണം. പ്ലെയിനിൻ്റെ സിമ്പിൾ ഇക്വേഷൻ പഠിച്ചിരിക്കണം. സിലബസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ ഇക്വേഷൻ തരാം. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് vector A and perpendicular to the vector n is, ഇതാണ് ഫോർമുല, r minus a dot n equals 0. ഈ r എന്ന് പറയുന്നത് എനി പോയിന്റ് വെക്ടറാണ്. അപ്പൊ xy r എന്നുള്ളതിന്റെ വാല്യൂ അറിയാത്തവർ ശ്രദ്ധിക്കുക. xi yj zk മൈനസ് a എന്ന് പറയുന്ന വെക്ടർ, പോയിന്റ് വെക്ടർ, പാസിംഗ് ത്രൂ ദി പോയിന്റ് 3, 2. അപ്പം അതിന്റെ വെക്ടർ 3i 2j മൈനസ് 3k ഓൾ ബ്രാക്കറ്റ് ഡോട്ട്. ഏതാ പെർപെൻഡിക്കുലർ വെക്ടർ? 3i 2j മൈനസ് 3k. ദാറ്റ് ഷുഡ് ബി 0. ഇതാണ് ഇക്വേഷൻ. അപ്പം ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x ഇൻറ്റു 3 ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, അങ്ങനെയുള്ള 3x, y ഇൻറ്റു 2 2y, z ഇൻറ്റു മൈനസ് 3 മൈനസ് 3z മൈനസ് 3 ഇൻറ്റു 3 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു മൈനസ് 3. ദാറ്റ് ഷുഡ് ബി 0. അപ്പോൾ ആൻസറായി 3x 2y മൈനസ് 3z ഈക്വൽ ടു 22 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 3x പ്ലസ് 2y മൈനസ് 3z ഈക്വൽ 22. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ NCERT പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചെടുക്കുക, സിലബസിലുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ദി ക്വസ്റ്റ്യൻ ഓഫ് എക്സ് ഇൻ ദി ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് ബൈനോമിയൽ തിയറത്തിലാണ്. അതിന് ഞാനൊരു സിമ്പിൾ ഇക്വേഷൻ തരാം. അതായത് x റേസ് ടു p y റേസ് ടു x റേസ് ടു p പ്ലസ് 1/x റേസ് ടു q ഓൾ റേസ് ടു n. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. x റേസ് ടു p പ്ലസ് 1/x റേസ് ടു q ഓൾ റേസ് ടു n. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ ഇതാ, ഇതൊന്നും നിങ്ങൾ പുസ്തകം നോക്കിയാൽ കാണില്ല. ടേം കണ്ടെയ്നിങ് x റേസ് ടു m ഈസ് r പ്ലസ് 1th ടേം. ദാറ്റ് r ഈസ് ഈക്വൽ ടു, r കാണാനുള്ള ഷോർട്ട് കട്ട്, np മൈനസ് m ബൈ p പ്ലസ് q. ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണെങ്കിൽ m0 ആവും. അപ്പം ഞാനിത് വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പം x റേസ് ടു 1/2 നിങ്ങൾ ആദ്യം എഴുതുക, 1/x റേസ് ടു 1/3 രണ്ടാമത് എഴുതുക, റേസ് ടു 7. ഇതാണ് നിങ്ങളെ n, ഇതാണ് p, ഇതാണ് q. കഴിഞ്ഞ് 6 കിട്ടിയ നമ്മളെ ടേമായി. വാട്ട് ഈസ് r? r ഈസ് ഈക്വൽ ടു, ഫോർമുല നോക്കുക, np മൈനസ് m ബൈ p പ്ലസ് q. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. അപ്പം x റേസ് ടു 1 ആണ് നമ്മുടെ കഥാപാത്രം, 1 ആണ് m. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ ദാറ്റ് r ഈസ് ഈക്വൽ ടു n ഈസ് 7, p ഈസ് 1/2, m ഈസ് 1, p ഈസ് 1/2, q ഈസ് 1/3. അപ്പോൾ LC എടുക്കുമ്പോൾ ഇങ്ങോട്ട് ഗുണിക്കണം. 7 മൈനസ് 2/2 ഡിവൈഡ് ബൈ 3 ഇങ്ങോട്ട് 3 പ്ലസ് 2/2 ഇൻറ്റു 3. ഈ 2 ക്യാൻസലായി. അപ്പം 5 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 3/5, 3 കിട്ടി കണ്ട. അപ്പം 6ന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ആയി. എങ്ങനെ? നിങ്ങൾ ഇനി കണ്ടുപിടിക്കാൻ എന്താ കാണേണ്ടത്? ഇതാണ് ഫോർമുല. അപ്പോൾ അതാ കോഎഫിഷ്യന്റ് ഓഫ് x റേസ് ടു 1 NCR എന്ന് പറയാം. അപ്പോൾ 7c3, 7, 6, 5, താഴെ 1, 2, 3, 35 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവുക. യെസ്, ഓപ്ഷൻ ബി കണ്ടാ കറക്റ്റ് ആൻസർ. അപ്പം ഞാൻ തന്ന ഫോർമുല ശരിക്കും നോക്കണം കേട്ടാ. അത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണെങ്കിൽ m0 കൊടുത്താൽ പെട്ടെന്നാവും. 6 കിട്ടിയാൽ പിന്നെ NCR, ക്വസ്റ്റൻ NCR ആണ്, അവിടെ വാല്യൂ ഇല്ലല്ലോ വേറെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ ഓപ്ഷൻ ബി ആണ്, ബോക്സ്. നിങ്ങൾക്ക്
ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്തതില്ല ടെസ്റ്റ് ബി ദി സെറ്റ് ഓഫ്, ഇതൊക്കെ തിയററ്റിക്കലി ആണ്. ഇതൊന്നും കുട്ടികൾക്ക് അത്ര നമ്പറില്ല, ഇതൊന്നും ചില കുട്ടികൾക്ക് ഓടൂല. അത് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. The test be the set of all points in the xy plane and O be the origin. O fixed. R is a subset of across S is a relation. R is equal to PQ ordered pair. Modulus of OP vector is equal to twice modulus of OQ. And P be any point other than the origin. Then the set of all points Q related to P. P നായിട്ട് റിലേറ്റഡ് ആയുള്ള ക്യൂവിൻ്റെ സെറ്റിൻ്റെ പോയിന്റ്സ് എന്ത് വരുന്ന ചോദിച്ചാൽ ഇതൊന്നുമില്ല. നിങ്ങൾ ഒ പി എന്ന് പറയുന്നത് O is fixed ആണ്. O is fixed ആണ്. അപ്പോൾ ഒ പി എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റന്റ് R ആക്കി എടുക്കാം. ഒ പി ഈക്വൽ ടു R. കാരണം പി ബി എനി പോയിന്റ് അതർ ദാൻ ദി ഒറിജിൻ ആണ്. പിന്റെ ലോക്കസ് അല്ല ചോദിച്ചു. അപ്പോൾ ഒ പി എന്ന ഡിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്, R എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times OQ. ഓക്കെ, വാട്ട് ഈസ് OQ? R/2. ഇനി O എന്നുള്ളത് ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. Q എന്നുള്ളത് എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഉണ്ടോ? Q കറങ്ങിക്കൊണ്ടിരിക്കും. ഇതെന്താവും? R/2. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കുക? ക്യൂവിന്റെ ലോക്കസ് ഈസ് എ സർക്കിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്. കണ്ടാ, ഓപ്ഷൻ ഡി. ക്യൂവിന്റെ ലോക്കസ് ചോദിച്ചാൽ റിലേറ്റഡ് ടു ഒ പി എന്ന് പറഞ്ഞു, P8. അപ്പോൾ ഒ പി എന്നുള്ള ഡിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കണം. അപ്പൊ ക്യൂ ഒ പിയിലെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് R ആക്കി എടുത്തു കഴിഞ്ഞാൽ OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R/2. അപ്പൊ R/2 റേഡിയസ് വരുന്ന ഒരു സർക്കിളിലാണ് ആര്? ക്യൂ സ്ഥിതി ചെയ്യും. സർക്കിളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ഇന്റഗ്രേഷന്റെ ഏരിയയിലെ അപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ ഫോളോയിങ്, ഇവിടെ കർവ് എന്നുണ്ട്. കർവ് എന്നതിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. അപ്പൊ എന്താണ് ഇവിടെ കർവ് എന്ന് പറയുന്നത്? കണ്ടോ, ഇങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പൊ ഈ 4 എണ്ണത്തിന്റെ ഏരിയ സിമെട്രി ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു x⁴ ആണ്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടോ മുകളിലേക്കാണ്. y ഈക്വൽ ടു x⁴ ആണ്. ഇപ്പൊ ഈ ഒന്നിന്റെ ഏരിയ കണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ആയി. 4 എണ്ണം ഉണ്ട്. ഒന്ന് y ഈക്വൽ ടു x⁴, ഒന്ന് y ഈക്വൽ ടു -x⁴, ഒന്ന് x ഈക്വൽ ടു y⁴, ഒന്ന് x ഈക്വൽ ടു -y⁴. ഇതിൽ സിമെട്രി ആണിത്. ഒന്നിന്റെ ഏരിയ കാണാം. അപ്പൊ ഇത് ആദ്യം സോൾവ് ചെയ്യണം. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക? 2 വൈകളും ഇക്വേറ്റ് ചെയ്യുക. ഉണ്ടോ? അപ്പൊ x ഈസ് ഈക്വൽ ടു x⁴ x ഇൻറ്റു x മൈനസ് x 15 സമം 0. ഐദർ x ഈക്വൽ ടു 0 ഓർ x ഈക്വൽ ടു 1. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 0 ആണ്, ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 1 ആണ്. അതാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എയും ബിയും. നമുക്ക് ഇതിന്റെ ഒരു സെക്ഷന്റെ ഏരിയ കാണാൻ ഉണ്ടാവും. ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ മുകളിലെ കർവിന്റെ ഏരിയ ആണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 1. മുകളിലെ കർവ് എന്നുള്ളത് x⁴ ആണ്. മൈനസ് താഴത്തെ കർവ് ഉണ്ടോ, ഇത് x⁴ ആണ്, dx. ഇതാണ് ഒരു പീസിന്റെ ഏരിയ, ഒരു പൂവിന്റെ ഒരേതളിന്റെ ഏരിയ ആണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ x⁴ ബൈ 5/4. അപ്പൊ ഇതിനെ 4/5 എന്ന് എഴുതാം. മൈനസ് x⁵ ബിറ്റ്വീൻ 0 to 1. അപ്പൊ ആൻസർ 4/5 മൈനസ് 1/5 3/5 എന്ന് കിട്ടും. ഇത് ഒരു പീസിന്റെ ഏരിയ. ഇങ്ങനെ ഇവിടെ 4 പീസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ 4 ഇൻറ്റു 1 ഓഫ് ദി പീസ്. ആൻസർ 12/5 ഉണ്ടാവും. ഉണ്ടോ ഇത്? ഓപ്ഷൻ 12/5. ഓപ്ഷൻ എ കറക്റ്റാ. നല്ല ക്വസ്റ്റൻ ആയിരുന്നു. 2022 ഏരിയന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പൊ ആ കർവ് തന്നത് എളുപ്പമായി. കർവ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമായിരുന്നു. ഇനി ഇത് നമ്മുടെ സീക്വൻസിലെ ക്വസ്റ്റ്യനാണ്. എന്താണ്? എ കോഫി കമ്പനി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ബിസിനസ് വിത്ത് 4 branches അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ 2014. ആ 2014
4 ബ്രാഞ്ചാണ്. ഇഫ് ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഡബിൾസ് അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇയർ, ഓരോ കൊല്ലവും ഇതിങ്ങനെ ഇരട്ടിപ്പിക്കുകയാണ് ആദ്യമുള്ളതിൻ്റെ. അപ്പം ആദ്യം 4, അടുത്ത വർഷം 8, പിന്നെ 16, പിന്നെ 16 എന്താവും 32, പിന്നെ 32 എന്താവും 64 ആവും. അപ്പം 4 64 പിന്നെ 128, ഡബിൾ മീൻസ് 2 കൊണ്ട് ഗുണിക്കാം, 256, 512 ഉണ്ടോ. അപ്പം ഇത് അടുത്തത് 1024 2048. ഈ 2048 ആവുമ്പോഴാണ് 2022 ഇൻക്ലൂഡഡ് ആവുക. 2048 ആകുമ്പോൾ 2022 ഇൻക്ലൂഡ് ആവും. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം ഉണ്ടായിരുന്നത് 2014, പിന്നെ ഇത് 15, ഇത് 16, ഇത് 17. അപ്പൊ ഇത് എഴുതിയൊക്കെ കിട്ടാവുന്ന കാര്യമുള്ളൂ. 18, 19, 20, 21, 22. അപ്പൊ 2023 എന്ത് സംഭവിക്കുക? 2022 ബ്രാഞ്ചസ് കടന്നു പോവുക. അപ്പൊ അറ്റ്ലീസ്റ്റ് മിനിമം 2022 ബ്രാഞ്ച് വരണമെങ്കിൽ 2023 വർഷമായിരിക്കണം. അതാ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. അത് എഴുതി വയ്ക്കാൻ സിമ്പിൾ ആയിരുന്നു. APD GPD ഫോർമുലൊന്നും ആവശ്യമില്ല. ഇത് ഡബിൾ ചെയ്യാൻ അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് സിമ്പിളാ, തിയറിറ്റിക്കലാണ്, ഒന്നുമില്ല. ഫോർ എനി കോംപ്ലക്സ് നമ്പർ ആൽഫ വിത്ത് ഇമാജിനറി പാർട്ട് ആൽഫ 0 എന്ന് പറഞ്ഞു, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? ഓപ്ഷൻ എ. ഇത് ഓപ്ഷൻ വായിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്കറിയാം, ഇത് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് റൂട്ട്സ് പറഞ്ഞ ഇക്വേഷൻ തരണം. ആൽഫ ഈസ് ആൾവേസ് എ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് ഇന്റിജർ കോഎഫിഷ്യൻസ്. പറയാൻ പറ്റുമോ? പറ്റില്ല. ഇഫ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് ഇന്റിജർ കോഎഫിഷ്യൻ, അതും പറയാൻ പറ്റില്ല. മോഡ് ആൽഫ 1 ആൽഫ റേസ്ഡ് ടു n = 1 ഫോർ സം ഇന്റിജർ n > 1 അല്ല, അതും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഡി നോക്കിയേ. നിങ്ങൾ കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ? എ കോംപ്ലക്സ് നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ആസ്, എ കോംപ്ലക്സ് നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എന്താണ്? a plus b alpha where a and b are real numbers. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ. അപ്പൊ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ അറിയോ നോക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യം അത്. മറ്റുള്ള ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. നമുക്ക് ക്വാഡ്രാറ്റിക്കേഷൻ റൂട്ട്സ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്താ കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് a plus b alpha where a and b are integers. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിലില്ലേ നോക്കിയാൽ ഡി എന്നുണ്ടോ? ആ ഡി ഓപ്ഷൻ നോക്കിയാൽ a plus b alpha and b are real number, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ. അതിനെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. മറ്റുള്ള ഒന്നും എഴുതി പോകരുത്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഡെഫിനേഷൻ അവർ ചോദിച്ചത്, ഇത് എഴുതുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സില്ലി ക്വസ്റ്റ്യൻ. ഇതും ഡെഫിനേഷൻ ഓഫ് മെട്രിക്സില് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെട്രിക്സിൽ എന്ത്? ലെറ്റ് എ ബി എ 3x3 മെട്രിക്സ്, എ ഡാഷ് ഈസ് എ ട്രാൻസ്പോസ്, സപ്പോസ് ഡിറ്റർമിന്റ് എ ഇൻറ്റു എ ഡാഷ് നോട്ട് ഈക്വൽ 0, ദെൻ ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ഡാഷ് നോട്ട് ഈക്വൽ ടു 0. ഇതിന്റെ അർത്ഥം ഡിറ്റർമിന്റ് എ 0 അല്ല, ഡിറ്റർമിന്റ് എ ട്രാൻസ്പോസും 0 അല്ല. അപ്പൊ ഡിറ്റർമിന്റ് എ 0 അല്ല. അപ്പൊ നമ്മള് NCERT പറയുന്നുണ്ട് AX ഈക്വൽ ടു ബി. എ എന്നുള്ളത് ഒരു മെട്രിക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ് ഉണ്ടോ, ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ്, എന്തെങ്കിലും കോൺസ്റ്റന്റ് ABC. ഇങ്ങനെ വരികയാണെങ്കിൽ എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയും. ഇതാണ് NCERT തിയറി. ഇതേ പാറ്റേണിലാണ് ആ ക്വസ്റ്റ്യൻ തന്നത്. കണ്ടോ, A ഇൻറ്റു XYZ ഈക്വൽ ടു ABC, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് 1 2 3. അപ്പൊ നിങ്ങൾ നോക്കിയേ, അതിലെ 3 ഓപ്ഷനിൽ കാണുന്നില്ല. ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ബി തെറ്റാണ്, കണ്ട എക്സാക്ട്ലി 1 സൊല്യൂഷൻ. അതിനാണ് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി തിയറിയാണ് ചോദിച്ചത്. കണ്ട, അപ്പൊ AX ഈക്വൽ ടു ബി എന്ന മെട്രിക്സിൽ എ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എക്സാക്ട്ലി 1 സൊല്യൂഷൻ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്, തിയറിയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഇൻക്രീസും ഡിക്രീസും കൂടെ ചെയ്യാണ് എളുപ്പം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൽഫ ഫോർ വിത്ത് ദി പോളിനോമിയൽ x³ - 3x + ആൽഫ ഹാസ് 3 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ്. അതിന് 3 റൂട്ട്സ് ഉണ്ട് എങ്കിൽ ആൽഫയുടെ വിലയുണ്ട്. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? x³ - 3x + ആൽഫ. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? 3x² - 3 ഈക്വൽ ടു 0. അപ്പൊ x² - 1 = 0, x ഈക്വൽ ടു +or -1.
അപ്പോൾ എക്സിന് 2 വിലയുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുന്നത്. ഇനി ഒരു ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട്സ് ഉണ്ടാവും. അപ്പം 3 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ഉണ്ടാണ് ആൽഫയുടെ വില ചോദിച്ചത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണ്. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? 6x. വാട്ട് ഈസ് എഫ് ഡാഷ് മൈനസ് 1? നെഗറ്റീവ് ആർ. എഫ് ഡാഷ് പ്ലസ് 1 പോസിറ്റീവ് ആർ. അപ്പോൾ എഫ് ഡാഷ് നെഗറ്റീവ് വന്നാൽ മാക്സിമം എന്ന് പറയും. മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു -1. മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മിനിമം ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. വാട്ട് ഈസ് മാക്സിമം വാല്യൂ? വാട്ട് ഈസ് എഫ് ഓഫ് -1? ഇതിൽ -1 കൊടുത്താൽ എന്ത് വരും കുട്ടികളെ? ആൽഫ. -1 + 3 അപ്പോൾ +2 വരും. വാട്ട് ഈസ് മിനിമം വാല്യൂ? എഫ് ഓഫ് 1. ഇതാണ് മാക്സിമം, ഇതാണ് മിനിമം വാല്യൂ. ദാറ്റ് ഈസ് 1 - 3 + 2 ദാറ്റ് ഈസ് ആൽഫ -2. ഇതാണ് മിനിമം. അപ്പോൾ ഇതിൽ ഇവിടെയാണ് -1, ഇവിടെയാണ് +1. അപ്പോൾ എഫ് ഓഫ് -1 ആൽഫ +2 ആണ്. ആൽഫ +2 അത് മാക്സിമാണ്. മാക്സിമം മുകളിലേക്ക് നടത്താം. ഉണ്ടോ? ആൽഫ +2, ഇത് ആൽഫ -2. ഞാൻ ഇവിടെ താഴെ കാണിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ വരച്ചു വരുമ്പോൾ അങ്ങനെ വരും, അങ്ങനെ പോകും. അപ്പോൾ അതാ എക്സിന് 3 റൂട്ട് ഉണ്ടാവും. എക്സ് ആക്ച്വലി മീറ്റ് ചെയ്യുന്ന 1, 2, ഇത് 3ാമത്തെ റൂട്ട്. അപ്പോൾ ഈ റൂട്ടിൻ്റെ വിലയാണ് അവർ ചോദിച്ചത്. ഈ റൂട്ടിൻ്റെ വില, ആൽഫയുടെ വില ഏത് റേഞ്ചിൽ വരുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് -1 ഇൻറ്റു എഫ് ഓഫ് 1, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷുഡ് ബി നെഗറ്റീവ് വരും. അപ്പോൾ എഫ് ഓഫ് -1 ആൽഫ +2, ആൽഫ -2 ഷുഡ് ബി നെഗറ്റീവ്. അപ്പോൾ ആൽഫ സ്ക്വയർ -4 < 0. ഇതിനെങ്ങനെ എഴുതാം? ആൽഫ +2 ഇൻറ്റു ആൽഫ -2 < 0. സോ ആൽഫ ബിലോങ്സ് ടു -2 + 2. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടാവും. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. 3 റൂട്ട് ഉണ്ടാവണമെങ്കിൽ ആൽഫയുടെ വില കണ്ട -2ൻ്റെയും +2ൻ്റെയും ഇടയ്ക്കാവണം. അതായത് എഫ് ഓഫ് -1 എഫ് ഓഫ് 1 പ്രോഡക്റ്റ് < 0. അതാണ് അതിൻ്റെ തിയറി. അപ്പോൾ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അടുത്തത് സിമ്പിളാണ്. മെട്രിക്സിലെ ക്വസ്റ്റ്യൻ 2 എണ്ണം ഇപ്പോൾ എല്ലാ പേപ്പറിലും കാണുന്നുണ്ട്. ദി നമ്പർ ഓഫ് 4x4 സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് വിത്ത് എൻട്രീസ് ഇൻ ദി സെറ്റ് -1, 0, 1. അപ്പോൾ ആദ്യം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് 4th ഓർഡറാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണൽ വാല്യൂസ് ഒക്കെ 0 വരും. അത് കുട്ടികൾ ആദ്യം ഓർക്കുക. ഉണ്ടോ? ഡയഗണലായി. ഇനി ഇവിടെ എഴുതുന്നതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അവിടെ വരിക. ഇപ്പം ഞാൻ ഇവിടെ എ എഴുതിയാൽ ഇവിടെ -a എന്ന് എഴുതണം. ഇവിടെ ബി എഴുതുകയാണെങ്കിൽ ഇവിടെ -b എന്ന് എഴുതണം. ഇവിടെ സി എഴുതുകയാണെങ്കിൽ ഇവിടെ -c എന്ന് എഴുതണം. അതിൻ്റെ നേരെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. അപ്പോൾ ഇനി ഇവിടെ ഞാനൊരു ഡി എഴുതുകയാണെങ്കിൽ ഇവിടെ -d എന്ന് എഴുതും. ഇവിടെ ഇ എഴുതുകയാണെങ്കിൽ ഇവിടെ -c. ഇവിടെ എഫ് ആണെങ്കിൽ ഇവിടെ -f. എന്താ സംഭവം എന്നറിയാം? നമ്മൾ സിമെട്രിക് പറഞ്ഞ പോലെ ഇത് A12 എലിമെൻറ്റ്, ഇത് A21 എലിമെൻറ്റ്, അത് അഡിറ്റീവ് ഇൻവേഴ്സ് ആവും. ഇത് A13 എലിമെൻറ്റ്, ഇത് A31 എലിമെൻറ്റ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ 6 എലിമെൻ്റ് ആണ് ഇതിലെ ഫാക്ടറായിട്ട് വരുന്നത്. ഈ 6 എലിമെൻറ്റിനാണ് പ്രാധാന്യമുള്ളത്. ഈ 6 എലിമെൻറ്റിനെ ഓരോ എലിമെൻറ്റും ചാൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇത് ഏത് സെറ്റിൽ നിന്ന് എടുക്കണം? കേട്ടോ, -1, 0, 1. അപ്പോൾ ഇതിൽ ഓരോ എലിമെൻറ്റിനും 3 ചാൻസസ് ആണ്. അപ്പോൾ നമ്മൾ പെർമ്യൂട്ടേഷനിൽ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഈ ഓരോ എലിമെൻ്റിൻ്റെ സാധ്യത 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഈ എലിമെൻറ്റിനും 3 സാധ്യതയുണ്ട്, 3. അപ്പോൾ ഓരോ എലിമെൻറ്റിനും സാധ്യതകൾ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടാ? അപ്പോൾ ആൻസർ 3⁻6 അതിലുണ്ടെന്ന് വിചാരിക്കും. കടാ, ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ ഈ എലിമെൻറ്റ് 6 എലിമെൻറ്റ് ഇതിന് അഡിറ്റീവ് ഇൻവേഴ്സ് ആയതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല. ആദ്യത്തെ 6 എലിമെൻറ്റിന് എത്ര ചാൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ 3⁻6 ഈസ് ദി ആൻസർ. സില്ലി ക്വസ്റ്റ്യൻ. അടുത്തത് കുറച്ച് ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക. അത് നമ്മളെ ഏരിയൻ്റെ ക്വസ്റ്റ്യനാണ്. ലെറ്റ് എഫ് ബി ദി ഫോക്കസ് ഓഫ് ദി പരാബോള y = 2x. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദി പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പരാബോള ആൻഡ് ദി സർക്കിൾ. ദെൻ ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR, PQF. ഓക്കെ. അപ്പോൾ ഈ പരാബോളൻ്റെ
വൈ സ്ക്വയർ ഈക്വൽ ടു 2x. ഇത് റൈറ്റ് ഓപ്പൺ പരാബോളയാണ്. ഇതാണ് ഫോക്കസ്. ഫോക്കസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോക്കസ് നമ്മൾ NCERT പറയുന്നുണ്ട്, ഫോക്കസ് A0 ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പം 4a സ്ഥാനത്താണ് മക്കളെ 2 വന്നത്. അപ്പോൾ a കിട്ടി 1/2. അപ്പോൾ ഫോക്കസ് വന്നു കഴിഞ്ഞു. ഏതാ? 1/2 0. കണ്ടോ? ഫോക്കസ് F ആയി. ഇനി എന്താ പറയണത്? P and Q are the point of intersection of the parabola and the circle. അപ്പോൾ സോൾവ് ചെയ്യണം. y square equal to 2x. So x is y square by 2. ഏതാ സർക്കിൾ? x square plus y square minus 2x minus 2y equals 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് ഒന്നാമത്തെ. സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. അപ്പോൾ എക്സ് സ്ക്വയറിനെ എന്താവും? y raised to 4/4 y square. 2xന് y square 2y should be 0. y square ക്യാൻസൽ ആയി. അപ്പോൾ y raised to 4 minus 8y equal to 0. 4 അങ്ങോട്ട് ഗുണിച്ച്. അപ്പം y raised to 4 minus 8y. അതിന് നമുക്ക് വൈനെ കളക്ട് ചെയ്താൽ y³ minus 8 സമം 0. അപ്പോൾ yക്ക് 0യും വരാം. y³ 8 ആകുമ്പോൾ y എത്രയാവും? 2 ആവും. അപ്പോൾ നമുക്ക് കിട്ടി yക്ക് 0, yക്ക് 2. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ x എന്താവും? x ഈസ് y square by 2. അപ്പോൾ x 0 വരും അല്ലേ? yക്ക് 0 കൊടുത്താൽ x 0. അപ്പോൾ ഒരു പോയിന്റ് P ആയി. വാട്ട് ഈസ് Q? yക്ക് 2 ആണ്. അപ്പോൾ 2x 4 ആവും. 2x 2 സ്ക്വയർ. അപ്പോൾ x 2 വരും. കണ്ടോ? അപ്പം നിങ്ങൾ 3 പോയിന്റ് ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 1/2 0. അപ്പോൾ ഇനി ട്രയാങ്കിൾ PQF എങ്ങനെ ഏരിയ കാണാതാ? ഏരിയ ട്രയാങ്കിൾ PQF. അതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ് ആരാ? 2 വര ഇങ്ങനെ വരയ്ക്കാം. ഏതാ ഫസ്റ്റ് പോയിന്റ്? 0 0. പിന്നെ എക്സ് ആയിട്ടുള്ള പോയിന്റ് ആണ് 1/2 0. പിന്നെ 2 2. പിന്നെ 0 0 റിപ്പീറ്റഡ്. ഇതാണ് നമ്മളെ എന്ത്? സ്റ്റേയേഴ്സ് മെത്തേഡ്. അപ്പോൾ ഏരിയ കാണാൻ പോവാണ്. 1/2 ഇൻറ്റു കുട്ടികളെ ഇത് ഗുണിക്കുക 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു 2 1. 2 ഇൻറ്റു 0 0. അപ്പോൾ അത് 3 എണ്ണം ഇങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷനായി. മൈനസ് ഇങ്ങനെ 3 എണ്ണം. 0 ഇൻറ്റു 1/2 0. 0 ഇൻറ്റു 2 0. 2 ഇൻറ്റു 0 0. അപ്പോൾ ആൻസർ 1/2 ഇൻറ്റു 1. ആൻസർ 1/2 ഉണ്ടോ നോക്കി? യെസ്. അപ്പോൾ സി ഈസ് ദി ഓപ്ഷൻ. നല്ല പ്രശ്നമായിരുന്നു. അപ്പോൾ സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1-2 ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ലെറ്റ് fx sin cube rx where r is non-zero real number. Which of the following statements are true? ഇതിൽ ഏതാണ് ശരിയെന്ന് വെച്ച്. If r greater than 0 then f is increasing. അത് ആൻസർ ആയി വായിക്കുന്നില്ല. അപ്പം നമുക്ക് ആദ്യം ഇൻക്രീസും ഡിക്രീസും പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് fx? sin cube rx. What is f dash x? 3 sin square rx into cosine rx into r. അതാണ് ചെയിൻ റൂൾ. ഇനി നമുക്ക് ഈ 6 താഴെയായിട്ടൊക്കെയാണ് എഴുതി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെലിൻ്റെ കണക്ഷൻ അവർ ചോദിക്കുന്നത്. ചെറിയ പീസ് 6 എന്താണെന്ന് അറിയില്ല. 6 നമ്പറാന്ന് പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ ഞാൻ എടുക്കുകയാണ്. ശരിയാണെന്ന് അറിയില്ല. ഓപ്ഷൻ എ 6 പോസിറ്റീവാണ്. ഞാൻ 6നെ 1 എടുത്ത് ഇനി ചെക്ക് ചെയ്യാൻ പോവാണ്. 6ന് 1 എടുക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? 3 6 പോസിറ്റീവ് ആണെങ്കിൽ സൈൻ പോസിറ്റീവ് ആവും. സൈൻ സ്ക്വയർ rx ഇത് പോസിറ്റീവ് ആവും. പിന്നെ കോസ് rx 6 പോസിറ്റീവ് ആണ്. കോസ് rx ഇൻറ്റു r അല്ലെ, ഇത് പോസിറ്റീവ് ആണ്. കോസ് rxന്റെ r 1 ആണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. നമ്മുടെ സൈൻ സ്ക്വയർ വരുമ്പോൾ ആൾബേസ് പോസിറ്റീവ് ആണ്. കണ്ടോ? 0 to ഇവിടെ വരുമ്പോൾ പൈ ആണ്. ഇവിടെ വരുമ്പോൾ π/2 വരും. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ കോസ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻക്രീസിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ആവണമെങ്കിൽ കോസിന്റെ വാല്യൂ 0 to π/2 പോസിറ്റീവ് സംഭവിക്കുക. നിങ്ങൾ 6ന് 1 കൊടുത്താൽ
0 to പൈയിൽ എന്താ സംഭവിക്കാൻ നോക്കുക. 6ന് 1 എടുത്താൽ എന്താവും? കോസ് ആർ എക്സ്. 6 പോസിറ്റീവ് ആണോ? ഞാൻ 1 എടുത്ത്. അപ്പോൾ ഇത് കോസ് എക്സ് ആവും. കോസ് എക്സ് പോസിറ്റീവ് ആവണമെങ്കിൽ 0 to π/2 ആണ് ഇൻ്റർവെല്. കോസ് എക്സ് പോസിറ്റീവ് ചെയ്യുന്ന ഇൻ്റർവെല് 0 to π/2 ആണ്. 0 to π/2 കോസ് പോസിറ്റീവ്. 0 to π/2. അപ്പോൾ നമ്മൾ കോസ് എക്സിന് പോസിറ്റീവ് വരുന്ന ക്വാഡ്രന്റ് കോസ് ആർ എക്സ്. കോസ് ആർ എക്സിനെ 6ന് 1 എടുത്തിട്ടാണ് കോസ് എക്സ് ഉണ്ടാക്കിയത്. അത് 0 to π/2 പോസിറ്റീവ്. π/2 to പൈയിൽ കോസ് നെഗറ്റീവാണ്. അത് നമുക്ക് 6, 1 എന്ന് പറയുമ്പം അവിടെ തന്ന ഓപ്ഷനിൽ π/2 r നിങ്ങൾ നോക്കി നോക്കിയാൽ അവർ തന്നത്. അപ്പോൾ π/2 2r പൈ കണ്ടാ π/1 വരും. അപ്പോൾ ഈ ഇന്റർവെല്ലിൽ നെഗറ്റീവാണ് വരിക. കണ്ടാ ഇവിടെ നെഗറ്റീവ് വരിക. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. 6ന് 1 വരുമ്പോൾ π/2r π/2. അപ്പോൾ π/2 to പൈ വരും. അവിടെ കണ്ട നെഗറ്റീവ് വരിക കോസ്. അപ്പോൾ അത് ഇൻക്രീസിങ് ആവില്ല. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഞാൻ പറഞ്ഞത് 6 എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പ്രശ്നം. അപ്പോൾ രണ്ടാമത്തേൽ അത് ഡിക്രീസിങ് ആണോ എന്ന് വെച്ചാൽ ഫസ്റ്റ് വേർഡിൽ പോസിറ്റീവ് ആണ്. കണ്ട അവിടെ നോക്ക് 6 ഗ്രേറ്റർ ദാൻ 0. ബി ഓപ്ഷൻ കാണിച്ചു തരാം. r = 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ 3 sin² rx cos rx into r. 6ന് 1 കൊടുത്ത്. അപ്പോൾ ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ കോസ് ആർ എക്സ് പോസിറ്റീവ് ആവണം, ഇത് പോസിറ്റീവ് ആവണം, നല്ല ഇൻക്രീസിങ് ആവണം. പക്ഷെ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആയപ്പോഴാണ് 6ന് 1 വരുമ്പോൾ കോസ് എക്സ് പോസിറ്റീവ് വരിക 0 to π/2. ആടാ 6ന് 1 വരുമ്പോൾ 0 to π/2 പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്റർവെല്ലിൽ നോക്കിയേ 0 π/2r. 6ന് 1 വരുമ്പോൾ 0 π/2 ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ അവർ ഡിക്രീസ് എന്നാണ്. അപ്പോൾ തെറ്റാ. ഓപ്ഷൻ 2 തെറ്റാണ്. ഇനി സി ഓപ്ഷനിലേക്ക് പോവുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത്. ശരിയാണെന്ന് അറിയില്ല, നോക്കാം. ഇഫ് r ലെസ് ദാൻ 0, അപ്പോൾ 6ന് ഞാൻ -1 എടുക്കുക. ഇനി ആ ഇന്റർവെല്ലിൽ നോക്കി നോക്കുക. -π/2 0 നോക്കുക. -π/2 0 എന്ന് പറഞ്ഞാൽ എവിടെയാ വരിക? -π/2 0 കണ്ടോ, 4th ക്വാഡ്രന്റാണ്. -π/2 0 4th ക്വാഡ്രന്റാണെന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളെ ക്വാണ്ടിറ്റി ഇതാണ്. എന്താണ്? 3 sin² rx cosine rx r. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. കുട്ടികളെ ഇതും പ്ലസ് ആണ്, കാരണം 4th ക്വാഡ്രന്റ് ആയത്. ഇതോ r ഷുഡ് ബി നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നെഗറ്റീവ് ചിഹ്നം വരും. അപ്പം നെഗറ്റീവ് വന്നാൽ നമ്മൾ ഡിക്രീസിങ് എന്ന് കാണും. എങ്കിൽ ശരിയാ. യെസ്, r ലെസ് ദാൻ 0 then f is decreasing on the interval. കറക്റ്റ് ആൻസർ സി ആണ് അവിടുത്തെ ആൻസർ. അതിലാണ് ആ 4th ക്വാഡ്രന്റ് വരുന്നതുകൊണ്ടാണ് അത് കിട്ടിയത്. അപ്പം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുകയാണെങ്കിൽ 6ഉം x കൂടി വരുമ്പോൾ നിങ്ങൾ കൊടുക്കുമെന്നറിയാം. ഓപ്ഷൻ എടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മളെ കോണി സെക്ഷൻ ഡെഫിനിഷൻ. സിമ്പിൾ. ലെറ്റ് എൽ ബി എ ലൈൻ ഇൻ ദി XY പ്ലെയിൻ. കണ്ടോ, ഇതാണ് എൽ എന്നുള്ള ലൈൻ. പിന്നെ പി ബി എ പോയിന്റ് നോട്ട് ഓൺ എൽ. അപ്പൊ പി എന്നുള്ളൊരു പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദി പ്ലെയിൻ വിച്ച് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം പി ആൻഡ് എൽ. അപ്പൊ ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ക്യൂ. ഇങ്ങോട്ടുള്ള ദൂരവും ഈ ലൈനിലേക്കുള്ള ദൂരവും ഈക്വൽ ആവണം. ഈ രണ്ട് ദൂരങ്ങൾ ഈക്വൽ ആവണം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോണി സെക്ഷന്റെ പരാബോള ഡെഫിനിഷൻ എന്താണ്? ഇതിനെ നമ്മൾ ഫോക്കസ് എന്നാ പറയാം, ഫിക്സഡ് പോയിന്റ്. അപ്പൊ പി ക്യൂ ബൈ ക്യു എം ഈക്വൽ ടു ഇ ഈക്വൽ ടു 1. അപ്പൊ പി ക്യൂ ഈക്വൽ ടു ക്യു എം. കണ്ട, രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയാൽ ഈ പോയിന്റ് കടന്നു പോണത് ഏതാ? പരാബോള. ഡെഫിനിഷനാണ് ചോദിച്ചത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് പോയിന്റിലേക്കും ഒരു ഫിക്സഡ് ലൈനിലേക്കുള്ള ദൂരം തുല്യമായാൽ അത് പരാബോളയാണ്. അതിലുണ്ടോ നോക്കുക. യെസ്, ഓപ്ഷൻ സി. അപ്പൊ കോണി സെക്ഷൻ ഡെഫിനിഷൻ വെച്ച് കണ്ട, 2 ക്വസ്റ്റ്യൻ ഡെഫിനിഷനിൽ വന്നു. നമ്മൾ ആ കോംപ്ലക്സിന്റെയും ഇതിന്റെ ഇവിടെ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഏൺ ദർ ആർ 3 ബ്ലൂ ബോൾസ്. അപ്പം ഒന്നുമില്ലത്, 3 ബ്ലൂ, 2 റെഡ്, 5 ഗ്രീൻ ബോൾ. ഓൾ ഡിസ്റ്റിങ്ഷബിൾ ആണ്, പല സൈസാണ്, ഫ്രം ഈച്ച് അതർ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് 2 ബോൾസ് ഡ്രോൺ അറ്റ് റാൻഡം ഹാവ് ദി സെയിം കളർ? ഒരേ കളർ അയക്കണം, 2 എണ്ണം എടുക്കണം. അപ്പം പ്രോബിലിറ്റി ഓഫ് 2 സെയിം കളർ
ഈക്വൽസ്. അപ്പം എനിക്ക് 2 ബ്ലൂ എടുക്കാം. 3 എണ്ണത്തിൽ 2 ബ്ലൂ പ്ലസ് 2 റെഡ് എടുക്കാം, 2C2. എനിക്ക് 2 ഗ്രീൻ എടുക്കാം, 5C2. ഡിവൈഡിങ് ബൈ, അപ്പം 3 എണ്ണത്തിൽ 2 റെഡ് ബ്ലൂ ആവാം, 2 റെഡിൽ നിന്ന് 2 റെഡ് എടുക്കാം, 5 ഗ്രീന്ന് 2 ഗ്രീൻ എടുക്കാം. ഒരേ കളറാവണമെന്നാണ് പറഞ്ഞത്. ടോട്ടൽ 3 2 5 2 10 ബോളിൽ നിന്ന് 2 എണ്ണം എടുക്കണം. ഇതാണ് ഇപ്പം അതിൻ്റെ പ്രോബിലിറ്റി. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 × 2 2 × 1 5 × 4 എല്ലാത്തിനും 1 2 താഴെ ഉണ്ടാവും. അത് വേണ്ട, കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 10ലും ഉണ്ടാവും. 10 9 1 2 1 2 കോമൺ കട്ട് ചെയ്യുക ശരിക്കും. അപ്പം എന്തായി? 6 + 2 + 20 അല്ലേ, ബൈ 90. 28 28/90 14/45 ഉണ്ടെങ്കിൽ കറക്റ്റാ. യെസ്, ഓപ്ഷൻ ഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, NCERT ടൈപ്പാണ്. അടുത്തത് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരാത്ത സെറ്റ്, ഇതിന് സാറ്റിസ്ഫൈഡ് ആവാത്തത്. ദി കോംപ്ലിമെന്റ് ഓഫ് ദി സെറ്റ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ മോഡുലസ് x² - 1 <3. അപ്പോൾ മോഡുലസ് x² - 1 <3. നമുക്കറിയാം മോഡുലസ് മോഡ് A <1 എന്ന് പറഞ്ഞ അർത്ഥം -A -1 A <1 എന്നാ പറയാം. അപ്പം -3 മോഡുലസിനകത്തുള്ള വാല്യൂ <3. 1 ആഡ് ചെയ്യുക, ആഡിങ് 1. സോ വാട്ട്? -2 x² <4. x² ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഈ പാർട്ട് എടുത്താൽ മതി. അപ്പോൾ x² <2 x ബിലോങ്സ് ടു ഇതിനെ x + 2 × x - 2 <0 എന്ന് എഴുതാം. x² - 2 <0 അല്ല. അപ്പം x + 2 x - 2 <0. 4 അല്ലേ? x + 2 x - 2 <0. അപ്പം x ബിലോങ്സ് ടു -2 + 2 ആണ്. x -2ൻ്റെ +2ൻ്റെ ഇടയ്ക്കാവണം. അതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള എടുക്കണം. കോംപ്ലിമെന്റ് അപ്പം നിങ്ങൾ ഉണ്ടോ, ഇതാണ് -2 + 2, ഇതാണ് നിങ്ങളെ കറക്റ്റ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോവാം, താഴെ നെഗറ്റീവ് ഇൻഫിനിറ്റിക്ക് വരാം. അപ്പോൾ കോംപ്ലിമെന്റ് ചോദിച്ചുകൊണ്ട് എങ്ങനെ വരിക? -∞ മുതൽ -2 വരെ യൂണിയൻ +2 മുതൽ ഇൻഫിനിറ്റി വരെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. യെസ്, ഓപ്ഷൻ ഡി. ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതിനർത്ഥം, പുറം ഭാഗം, പുറത്തുള്ള സെറ്റ് എടുക്കണം. അപ്പോൾ എക്സിന് വരാത്തത് കേട്ടോ. അപ്പോൾ എക്സിന് വരുന്നത് -2 മുതൽ +2 വരെയാണ്. അപ്പോൾ എക്സിന് പുറത്തുള്ളതാണ് ചോദിച്ചത്. കോംപ്ലിമെന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം പോയിന്റാ. ഓക്കെ, അപ്പോൾ അതിന് ഓപ്ഷൻ ഏതാ? ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. അപ്പോൾ കുട്ടികളെ, നമ്മളെ ചോദ്യം കഴിഞ്ഞു, വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിൽ തിയറിയാണ് കുറച്ച് ക്വസ്റ്റ്യൻ വന്നത്. അതായത് മെട്രിക്സ് ഒന്നും കോണിസേഷൻ തിയറിയായി ചോദിച്ചു, സർക്കിളിനൊക്കെ തിയറിയായി ചോദിച്ചു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന്, കുറേ ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ കൂടെ നമ്മൾ ഇവിടുന്ന് തരുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കാരണം നമ്മൾ ഐസറിന് വന്ന അതേ ടൈപ്പുകൾ ഉണ്ടാക്കിയതാണ്. ഐസറിന് വന്ന മോഡലില്ലേ, അതേ ടൈപ്പുകളാണ്. അപ്പോൾ നമ്മളെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം, ഗുണം ചെയ്യും. അതേ ടൈപ്പ് ചോദിച്ചതെന്ന് ഞങ്ങളത് പഠിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് വരും. അതേ ടൈപ്പ്, നമ്പർ മാറ്റാം. അപ്പോൾ നമ്പർ മാറ്റിയാൽ നമുക്ക് ചെയ്യാൻ മെത്തേഡ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പഠിത്തത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മുടെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് ചെയ്യണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാര്യമായിട്ട് ചെയ്ത് പഠിച്ചാൽ ഐസർ കടമ കിടക്കാൻ ഒരു പണിയില്ല. ഞാൻ പറഞ്ഞു, JEE ക്വസ്റ്റ്യൻ്റെ പകുതി പോലും ടഫല്ല ഇത്. മനസ്സിലായോ? ഇപ്പം എക്സ്പീരിയൻസ് പറഞ്ഞുതരാം എനിക്ക്. ഇപ്പം ഞാൻ തന്നെ ഇത് ക്വസ്റ്റ്യൻ കഴിഞ്ഞത് അറിഞ്ഞില്ല. 15 ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിഞ്ഞു. കാരണം തിയറിയാണ് കുറച്ച് ഇതിൽ ചോദിച്ചത്. കമ്പയർ ടു 2025 നോക്കുമ്പോൾ 2022 തിയറിയാണ് കൂടുതൽ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുക, നമ്മുടെ മോക്ക് ടെസ്റ്റ് കൈവിടരുത്. മോക്ക് ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനത്തെയാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കാം.